നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ രോഗനിർണയത്തിന്റെ ഭാഗമായി രക്തം പരിശോധിക്കാറുണ്ട്. എന്നാൽ ഒരു സാധാരണ രക്തപരിശോധനയ്ക്ക് നമ്മുടെ ആയുസ്സും ആരോഗ്യവും പ്രവചിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു പുതിയ പഠനം അതാണ് പറയുന്നത്. ശാസ്ത്രലോകം വളരെ ആകാംക്ഷയോടെയാണ് ഈ പഠനത്തെ കാണുന്നത്. പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ ഇത് ആരോഗ്യരംഗത്ത് ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. വെറും ഒരു തുള്ളി രക്തമോ ഉമിനീരോ ഉപയോഗിച്ച് നിലവിലുള്ള നമ്മുടെ മൊത്തം ആരോഗ്യസ്ഥിതിയും ഇനി എത്ര കാലം ജീവനോടെ ഇരിക്കും തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നോക്കാം. മെഡിക്കൽ ന്യൂസ് ടുഡേയിൽ വന്ന ഒരു ലേഖനത്തിലാണ് ഈ കണ്ടെത്തലിനെ കുറിച്ച് പറയുന്നത്. ഗവേഷകർ DNAMIC അഥവാ DNA മെത്തിലേഷൻ ബേസ്ഡ് ഇൻട്രിൻസിക് കപ്പാസിറ്റി എന്നൊരു പുതിയ രീതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ അല്പം സങ്കീർണമാണെന്ന് തോന്നാമെങ്കിലും ഇതിൻ്റെ അടിസ്ഥാന ആശയം വളരെ ലളിതമാണ്. സാധാരണയായി വയസ്സ് കൂടുംതോറും നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശാരീരിക ശേഷി കുറയുകയും പല രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. ഈ മാറ്റങ്ങളെല്ലാം നമ്മുടെ കോശങ്ങളിലെ DNAയിലും പ്രതിഫലിക്കും. DNA മെത്തിലേഷൻ പാറ്റേണുകൾ എന്ന് പറയുന്നത് നമ്മുടെ DNAയിൽ ഉണ്ടാകുന്ന രാസപരമായ മാറ്റങ്ങളാണ്. ഇത് നമ്മുടെ ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളാണ്. പ്രായം കൂടുംതോറും ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടും പരിസ്ഥിതിപരമായ ഘടകങ്ങൾ കൊണ്ടും ഈ പാറ്റേണുകളിൽ മാറ്റങ്ങൾ വരും. പുതിയ പഠനം പറയുന്നത് ഈ DNA മെത്തിലേഷൻ പാറ്റേണുകൾ അളക്കുന്നതിലൂടെ ഒരാളുടെ യഥാർത്ഥ ശാരീരിക ശേഷി അഥവാ ബയോളജിക്കൽ ഇൻട്രിൻസിക് കപ്പാസിറ്റി എത്രയാണെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ്. അതായത് നമ്മുടെ യഥാർത്ഥ വയസ്സിനനുസരിച്ച് നമ്മുടെ ശരീരം എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നു എന്ന് ഈ പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരു തുള്ളി രക്തമോ ഉമിനീരോ മതി ഈ പരിശോധനയ്ക്ക്. ഈ സാമ്പിളിൽ നിന്ന് നിങ്ങളുടെ DNA വേർതിരിച്ച് അതിലെ മെത്തിലേഷൻ പാറ്റേണുകൾ പഠിക്കുന്നു. ഈ പാറ്റേണുകൾ വിശകലനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിന്റെ ജൈവിക പ്രായം അതായത് ബയോളജിക്കൽ ഏജ് എത്രയാണെന്ന് ഒരു കമ്പ്യൂട്ടർ അൽഗോരിതം ഉപയോഗിച്ച് കണക്കാക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 40 വയസ്സായി എന്ന് കരുതുക. എന്നാൽ ഈ ടെസ്റ്റ് പ്രകാരം നിങ്ങളുടെ ജൈവിക പ്രായം 30 വയസ്സാണെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ യഥാർത്ഥ വയസ്സിനേക്കാൾ ചെറുപ്പമാണ് അല്ലെങ്കിൽ ആരോഗ്യവാനാണ് എന്ന് അർത്ഥമാക്കുന്നു. മറിച്ചാണെങ്കിൽ നിങ്ങളുടെ ശരീരം യഥാർത്ഥ വയസ്സിനേക്കാൾ കൂടുതൽ പ്രായമായ അവസ്ഥയിലാണ് എന്നും അർത്ഥമാക്കാം. ഈ പഠനം നേച്ചർ ഏജിംഗ് എന്ന പ്രമുഖ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പഠനത്തിൽ കണ്ട പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. DNAMICക്ക് നമ്മുടെ പൊതുവായ ആരോഗ്യവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് പഠനം പറയുന്നു. പരീക്ഷണത്തിൽ ഉയർന്ന DNAMIC ഉള്ള ആളുകൾക്ക് സാധാരണയായി നല്ല ശ്വാസകോശ പ്രവർത്തനവും വേഗത്തിൽ നടക്കാനുള്ള കഴിവും എല്ലുകൾക്ക് നല്ല ബലവും ഉണ്ടായിരുന്നു. കൂടാതെ ഇവർ സ്വന്തം ആരോഗ്യം വളരെ മികച്ചതാണെന്ന് സ്വയം വിലയിരുത്തുന്നവരുമായിരുന്നു. ഇത് നമ്മുടെ ആരോഗ്യപരമായ ആയുസ്സിനെ അല്ലെങ്കിൽ ഹെൽത്ത് സ്പാനിനെ സൂചിപ്പിക്കുന്നു. അതായത് എത്ര കാലം നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന. ഈ ടെസ്റ്റിന് മരണസാധ്യത പോലും പ്രവചിക്കാൻ കഴിയും എന്നാണ് പഠനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ. ഉയർന്ന DNAMIC ഉള്ള ആളുകളിൽ മരണനിരക്ക് വളരെ കുറവാണ് എന്ന് കണ്ടെത്തി. പഠനമനുസരിച്ച് ഉയർന്ന DNAMIC ഉള്ള ആളുകൾക്ക് കുറഞ്ഞ DNAMIC ഉള്ളവരെക്കാൾ ശരാശരി 5.5 വർഷം കൂടുതൽ ആയുസ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ആയുർദൈർഘ്യത്തെ അല്ലെങ്കിൽ ലൈഫ് സ്പാനിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നൽകുന്നു. അതായത് നമ്മൾ എത്ര കാലം ജീവിക്കാൻ സാധ്യതയുണ്ട് എന്ന്. ലളിതമായി പറഞ്ഞാൽ ഈ ടെസ്റ്റ് നമ്മുടെ ശരീരത്തിന്റെ ആഭ്യന്തര ബാറ്ററിയുടെ നിലവിലെ അവസ്ഥ എത്രയാണ് എന്നും ആ ബാറ്ററി എത്ര കാലം നന്നായി പ്രവർത്തിക്കുമെന്നും ഏകദേശം പറയാൻ സഹായിക്കുന്നു. ഈ കണ്ടെത്തലിന് ലോകത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് നേരത്തെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അതുവഴി ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയും ആവശ്യമായ ചികിത്സകൾ തേടിയും രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. ഓരോ വ്യക്തിയുടെയും ശാരീരിക അവസ്ഥ മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ ചികിത്സാ രീതികൾ തിരഞ്ഞെടുക്കാൻ ഇത് ഡോക്ടർമാരെ സഹായിച്ചേക്കാം. ഒരു സമൂഹത്തിന്റെ പൊതുവായ ആരോഗ്യനിലയും പ്രായവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. മനുഷ്യന്റെ ആയുസ്സിനെയും ആരോഗ്യത്തെയും കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ ഈ കണ്ടെത്തൽ ഒരു പുതിയ വഴി തുറക്കുന്നു. ഈ പഠനം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിലും ഇതിന് വലിയ സാധ്യതകളുണ്ട്. ഭാവിയിൽ ഈ ടെസ്റ്റ് ഒരു സാധാരണ രക്തപരിശോധന പോലെ എളുപ്പത്തിൽ ലഭ്യമായേക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആരോഗ്യം നന്നായി മനസ്സിലാക്കാനും ആരോഗ്യപരമായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും.
എങ്കിലും ഓർക്കുക, ഇതൊരു ഒറ്റ പരിശോധനയല്ല, മറിച്ച് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെ ഒരു സൂചന മാത്രമാണ്. ആരോഗ്യകരമായ ജീവിതശൈലി, പോഷകസമൃദ്ധമായ ഭക്ഷണം, വ്യായാമം, നല്ല ഉറക്കം എന്നിവയെല്ലാം നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഈ ടെസ്റ്റ് ഒരു ഉപകരണം മാത്രമാണ്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഈ വിഷയം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.